ഇത്രയും നാൾ ഒരുമിച്ച് കൂടെ ഉണ്ടെന്നിട്ട് ഞാൻ എങ്ങനെയടി അവൻ്റെ അടുത്തത് പറയണത്? ഇടി നീ പറയാതിരുന്നാലാണ് വിഷയം. നീ പറ, നമ്മളെ കൂട്ടുകാരൻ എനിക്ക് അവ ആ ഒരു സെൻസിൽ എടുത്തോളൂ. ഡേയ്, നാളെ വാലന്റൈൻസ് ഡേ ആണ്. ഫുൾ കപ്പിൾസ് കറങ്ങാൻ പോകും. നമ്മള് 3 സിംഗിൾസും കൂടെ നാളെ രാവിലെ മാളിയിൽ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു, കറങ്ങുന്നു. എടാ പിന്നെ നാളെ തൊട്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ കാണൂല. മറ്റൊന്ന് എന്റെ എൻഗേജ്മെന്റ് ആണ്. എന്റെ അടുത്ത് ഇത് എങ്ങനെ പറയണമെന്ന് ആലോചിച്ചോണ്ടിരിക്കും. എൻഗേജ്മെന്റാ? എടി, ഇന്നലെ വരെ നമ്മള് 3 സിംഗിൾ അല്ലായിരുന്നു. അടി, നീ എന്തിനാ ഇത്ര പെട്ടെന്ന് കമ്മിറ്റഡ് ഒക്കെ ആയത്? എടാ, അവക്ക് നല്ലൊരു പ്രപ്പോസൽ ഒന്നും അവൾ അങ്ങ് സെറ്റ് ആയി. നിനക്കിപ്പോ പെണ്ണിട്ടാ തന്നെ അവളും തിരിയും. എടി, സിംഗിൾസ് ആയിരിക്കും എന്നുള്ള ഒറ്റ ഡീലിലല്ലേ നമ്മള് ത്രിമൂത്രികളെന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത്. ഇനി അതെന്തിരിയായി? അതിനിപ്പോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്. അപ്പൊ മറ്റന്നാളെ വരണേ. എന്നാലും ഇത്രയും പെട്ടെന്ന് കമ്മിറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ, അതിപ്പോ പോട്ട്. ഇപ്പൊ എല്ലാരും എല്ലാ കാലവും സിംഗിൾ ആയിട്ടിരിക്കും. നീ അത് വിടും. നമുക്ക് മറ്റൊന്ന് ഒന്നിച്ച് പോവാം. നീ രാവിലെ റെഡി ആയി നിൽക്കൂ. അയ്യോ, അത് പറ്റൂല. അത് എടാ, അത് എന്തെന്ന് അറിയാമോ? മെനിഞ്ഞാന്നൊരു പയ്യനെ പ്രപ്പോസ് ചെയ്ത് ഞാൻ പിന്നെ അപ്പോഴത്തെ വെപ്രണത്തിലെങ്കിൽ റെസും പറഞ്ഞു. പിന്നെ വലിയ കുഴപ്പമില്ല, കൊള്ളാം. കൊള്ളാടി കൂട്ടുകാരി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സമയം നീ തേച്ചല്ലേ? എടാ, നിനക്ക് സിംഗിൾസിനെ വെച്ച് ഗ്രൂപ്പ് തുടങ്ങാനാ പാട്. ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങി ഒരു കല്ലെടുത്ത് ഇങ്ങനെ ഇട്ട് ഒന്നെങ്കിൽ പിന്നെ ബംഗാളിയുടെ തരല്ലേ, അല്ലെങ്കിൽ ഒരു സിംഗിളെ തരല്ലേ. നീ രണ്ടുപേരും ഒപ്പിച്ചങ്ങോട്ട് തുടങ്ങും ഗ്രൂപ്പ്. എല്ലാരും കമ്മിറ്റഡ് ആയി. നമ്മള് രണ്ടുപേരും മാത്രമുണ്ട് സിംഗിൾ ആയിട്ട്. എടാ, നീ ആ പട്ടിയെ വിട. അതിന്റെ 2 ദിവസിക്കാതെ പ്രസവിക്കുക. അത് ഗർഭിണിയാ. യു ചീറ്റ്. നീയും കമ്മിറ്റഡ് ആയാ? അതാ മണിയാൻ പറ്റി കഴിഞ്ഞ ദിവസം വന്നെ പ്രപ്പോസ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, പോട്ട് നിനക്ക് എന്തെങ്കിലും ഒരു പെണ്ണിനെ കിട്ടും, പോട്ട്.